ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നൊരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. വൈകിട്ട് എന്താ പരിപാടി എന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് മാൾ ഓഫ് ഖത്തർ വരെ ഒന്ന് പോയാലോ. മാൾ ഓഫ് ഖത്തർ എങ്കിൽ മാൾ ഓഫ് ഖത്തർ, വീക്കെൻഡ് അല്ലേ, എവിടേക്കെങ്കിലും ഒക്കെ പോകണ്ടേ, അപ്പോൾ പോവന്നെ. മാളിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരാൾ പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതൊരു മ്യൂസിക് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കുറച്ചേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് മാളിലേക്ക് പോവാന്ന് പറഞ്ഞത് അവിടെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും വന്നതല്ലേ, ഒന്ന് നടക്കാൻ വിചാരിച്ചു. 2 ദിവസമായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ മൈൻഡൊക്കെ റിഫ്രഷ് ആയ പോലെ ഇവിടെ എത്തിയപ്പോൾ. ഈ കാണുന്നതൊക്കെ ലക്ഷറി കഫേസാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഭംഗി കാരണം കൊണ്ട് തന്നെ എല്ലാവരും അവിടെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ടെഡി കണ്ടപ്പോൾ എൻ്റെ മോനിക്ക് അതുമ്മ കളിക്കാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം. അപ്പോൾ പിന്നെ ഹസ്ബൻഡിനെ അവനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നടന്ന് അതിനുശേഷം ഒന്ന് ഐസ്ക്രീം ഷോപ്പിലൊക്കെ ഒന്ന് കയറി. അവിടെ കുറേ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് പോവാണ് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന ടൈമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻ ഇതിനെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ചെറിയൊരു ആഗ്രഹം, ഒന്ന് കയറി നോക്കിയാലോ ഒന്ന്. അപ്പോൾ അങ്ങനെ കയറാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്കും മോനിക്കും വന്നിട്ട് 25 റിയാലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് കയറിയിട്ടുണ്ടായിരുന്നില്ല, ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുട്ടി എന്തായാലും കയറാൻ വിചാരിച്ചു. അങ്ങനെ ഒരു 10 മിനിറ്റ് അതിലൊക്കെ റൗണ്ട് അടിച്ചു. കുട്ടിക്ക് ട്രെയിനിൽ കയറിയത് വലിയ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഞാനാട്ടോ എൻജോയ് ചെയ്തത്. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷമായപ്പോൾ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു, കുട്ടികൾ കളിക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇത് നോക്കിയൊരു ടോയും ഇതുപോലെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ. ഈ ഷോപ്പ് കണ്ടോ, ഇതിൻ്റെ നെയിം തന്നെ ഡക്ക് ഷോപ്പാണ് കേട്ടോ. ഇവിടെ എല്ലാ പ്രൊഡക്ട്സും ഡക്കിൻ്റെ ഷേപ്പിലുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോപ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മോന് പിന്നെയും പോകുന്ന ടൈമിൽ ടെഡിമ കൂടി കേട്ടോ. പിന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടാണ് പോകുന്നത്. ലിഫ്റ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര നടന്നാലും ബോറടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. പോരാത്തതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോവാൻ വിചാരിച്ചു. ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചക്ക് തന്നെ കേട്ടോ അതൊക്കെ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സെൽവാ റോഡുമുള്ള സാത്തർ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം പർച്ചേസ് ചെയ്യാൻ വരാറുള്ള സിറ്റി ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ സാത്തർ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ വ്യൂ ഒന്ന് എടുക്കാൻ വിചാരിച്ചു. അതാ കാണുന്നതാണ് കേട്ടോ ഷോപ്പ്. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫുഡൊക്കെ വന്ന് നമ്മൾ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ബട്ടർ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു. ഡെസേർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇളനീർ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന് ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മൊജിറ്റും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ചായ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാനങ്ങനെ കുടിക്കാറില്ല ചായ. അങ്ങനെ ഈ വീക്കെൻഡ് മാൾ ഓഫ് ഖത്തറും പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കലൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി റൂമിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.